വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. ജെല്ലിൻ എവിടെ നിന്ന് വരുന്നു? ഞാൻ പന്തളം കൊടച്ചനാട്. ഓക്കെ, ആക്ച്വലി ഈ പേര് അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു പേരാണ്. എന്തെങ്കിലും ഒരു സ്റ്റോറി ഈ പേരിന്റെ ബിഹൈൻഡ് ഉണ്ടോ? അത് ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആദ്യം ഇവിടെ വെച്ച പേരെന്ന് പറഞ്ഞാൽ ജെയ്സൺ എന്നായിരുന്നു. ജെയ്സൺ. അപ്പൊ എൻ്റെ അപ്പയുടെ നിർബന്ധമായിരുന്നു ജെല്ലെന്ന് പേരാക്കി ഒരു വെറൈറ്റി. പക്ഷെ ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങനെ പിടി കിട്ടത്തുമില്ല. അതെ, ഒന്ന് പെട്ടെന്ന് നമുക്ക് ജെല്ലിൻ ആണോ ജെല്ലിൽ ആണോ എന്നൊക്കെ ഉള്ളൊരു എന്തെങ്കിലും മീനിങ് ഉണ്ടോ? മീനിങ് ആയിട്ട് എനിക്ക് അറിയില്ല. വെറൈറ്റിക്ക് വേണ്ടി ആപ്പനിട്ട പേരാണ്. പൃഥ്വിരാജിന്റെ വോയിസിനോട് സാമ്യം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശബ്ദം ഫ്രണ്ട്സ് പറയാറുണ്ട്. പറഞ്ഞിട്ടുണ്ടല്ലേ? എനിക്ക് എന്തോ അങ്ങനെ പെട്ടെന്ന് തോന്നി. ഓക്കെ, അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണ്ടി? ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്. ഓക്കെ, കൂൾ. രണ്ടും ശബ്ദത്തിൽ പറ്റുന്ന കണ്ടുപിടിച്ച് കളഞ്ഞു. എന്താ ചെയ്യുന്നേ? അത് ഞാൻ AC മെക്കാനിസം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഓക്കെ. ചാർലി എന്ന സിനിമയിലെ ഒരു ഡയലോഗ്. ഓക്കെ. അസെ സ്വന്തം മരണം കേട്ടറിഞ്ഞു വരുന്നവരെ കാണാനുള്ള ഒടുക്കത്തെ ക്യൂരിയോസിറ്റി കൊണ്ട് തന്നെ പരസ്യം ഒരു മരണക്കടി ശരിക്കും അടാറ് പരിപാടിയായി പോയി. ഞാനങ്ങ് ത്രില്ലടിച്ചിട്ടേ ജയൻ വീലി കയറിയ ഫീലായിരുന്നു. വെണ്ണിമലയിൽ നിന്ന് കത്രീനാമ്മ വന്നിരുന്നു. ഒട്ടും വയ്യ. സുന്ദരി കുട്ടിയാ, കൊച്ചു പെണ്ണ, വയസ്സ് 83. കൊച്ചുമോനെയും കുട്ടിയാ വന്നേ. പിന്നെ ദാസ്, കണ്ണ് കാണാൻ വയ്യ, ഉള്ളിലാണേ കണ്ണ്. തീവണ്ടിയിലെ പാട്ടുകാരനാ തീവണ്ടി ദാസ്. പിന്നെ എന്മകച്ചേരി നിന്ന് ചന്ദ്രനും. എല്ലാവരും ഇഷ്ടം പോലെ തല്ലി. ദേ, ഇനി അടി കിട്ടാനായിട്ട് ഈ ബോഡിയിൽ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. സ്നേഹം കൊണ്ടാ. എല്ലാവർക്കും ഇങ്ങളെ പോലെ തന്നെ മുടിഞ്ഞ സ്നേഹ. ഇനി പറ, ചത്തു പോയി കഴിഞ്ഞാൽ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. വിഷമിപ്പിച്ചിന് ഞാൻ എന്നെ തരണ്ടേ? ഇനി അടിക്കണോ? അടിച്ചോ. സൂപ്പർ. ഇനി പൃഥ്വിരാജിന്റെ ഒരു ഡയലോഗ്, താൻ തോന്നിയ സിനിമയിലെ. എടാ അച്ചുവേ, അപ്പക്കാട്ടിലെ ആ നാറി അവസാനം അടിച്ച ഡയലോഗില് ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ഉമ്മച്ച ഹൈവേയില് കൂടപ്പറപ്പുകളെയും കൂട്ടി ആമ്പിളാരെ ഉമ്മ വെക്കാൻ ഇറങ്ങുമ്പോ ആളും തരവും നോക്കണം. അതല്ലേ എടവകപ്പള്ളിയിലെ കുരിശുമണി ഒറ്റയും പെട്ടയും അടിക്കും. അങ്ങനെ സംഭവിച്ച തറവാട്ടി കിടന്ന് അന്തി ഉറങ്ങുന്ന നിന്റെ പെമ്പറന്നോത്തിയും പിള്ളേരും വന്ന് ഉമ്മ വെച്ചിട്ട് പോവേ. ഒടുക്കത്തെ ചുംബനം. വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞിനോട് ഉടക്കാൻ നിൽക്കല്ലേ, ഓടച്ച് കൈ തെറിഞ്ഞാൻ. ഇനി അവസാനമായിട്ട് ദുൽഖറിന്റെ ഈ അടുത്തിറങ്ങിയ കുറുപ്പ് എന്ന സിനിമയിലെ ഒരു ഗാനം. പകുത്തു വീട്ടിലെ റൊസാമ പെണ്ണേ, കണ്ട നല്ലൊരു ഡിസ്കൗണ്ട് പെണ്ണേ, ബെൽ ബോട്ടം പാൻസ് മിറ്റ് ഹൈ ഹീല് ഷൂസ് മിറ്റ് കുതിര പോലെ കൂത്താടും പെണ്ണേ. ലാലേ 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 ലാലേ. നിന്നെയും കാത്തു ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇന്നു നിന്നു വലഞ്ഞല്ലോ. നിന്നെയും കാത്തു ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇന്നു നിന്നു വലഞ്ഞല്ലോ. ആറുസമേ മടിയ റൊസമേ ഒന്ന് ചിരിച്ചിട്ട് പോറോസമേ. ആറുസമേ മടിയ റൊസമേ ഒന്ന് ചിരിച്ചിട്ട് പോറോസമേ. ലാലേ 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 ലാലാ ലാലേ ലാലാ ലാലേ 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 ലാലാ ലാലേ 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 ലാലാ ലാലേ ലാലാ ലാലേ. ഫസ്റ്റ് പാട്ട് പാടിയപ്പോഴേ ഇത് പാടുവോ എന്ന് ചോദിക്കണം ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അത് എൻഡിൽ പാടിയത് സ്മാർട്ട് മൂവ്. മൊത്തത്തിൽ വളരെ സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ആൻഡ് നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ബാക്കി അവരോട് ചോദിക്കാം കേട്ടോ. ജോണി സർ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് രണ്ട് സ്റ്റാർസ് ദുൽഖറും പൃഥ്വിരാജും നന്നായി ചെയ്തു. രണ്ടുപേരുടെ ഫാനാണോ? പിന്നെ എല്ലാവരും ഇഷ്ടമാണ്. ആണല്ലേ? അത്യാവശ്യം കയ്യെ വളയും
വയറില്ലായ്മയൊക്കെ ഉണ്ടല്ലോ. നല്ല ഇതറിയാം, വളരെ ഈസി ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. ജോണിച്ചേട്ടൻ ഈ വയറിന്റെ കാര്യമുള്ള അതുള്ളവർക്ക് അതിന്റെ വിഷമം. അതെ അതെ അതാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അസൂയുണ്ട് വയറില്ലാത്തവരോട്. ഞാൻ കുറയ്ക്കാതെ വേറെ കാര്യം. ശരിക്കും പറഞ്ഞാൽ ദുൽഖർ പാടുന്ന പോലെ പാടി ആ പാട്ട്. ആരെ പേടിക്കാന്? വളരെ ഈസി ആയിട്ട് പാടി, ഒട്ടും സ്ട്രെയിൻ ഇല്ലാതെ പാടി. അതിന്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. എന്തായാലും കീപ് ഇറ്റ് അപ്പ്. നല്ല ഇതാവട്ടെ. സിനിമ ഇഷ്ടമാണോ? പിന്നെ ഒരു നടനാവണമെന്നാ ചെറുപ്പം പോലെ. ആണല്ലേ? ഓൾ ദി ബെസ്റ്റ്. നന്നായിരിക്കട്ടെ, ആഗ്രഹം സാധിക്കട്ടെ. ധർമ്മൻ ചേട്ടാ? ജലീൽ ഭയങ്കര കൂളായിട്ട് വന്നു, കൂളായിട്ട് ചെയ്തു, നല്ല ഗായകനാണെന്നും കൂടി തെളിയിച്ചു. ഈ ശബ്ദം വെച്ചിട്ട് ജലീലിന് ഇനിയും കുറെ സ്റ്റാറുകളെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ചെയ്തതെല്ലാം ഉഗ്രനായിരുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഞാൻ പലപ്പോഴും ആവർത്തിച്ചിട്ടുള്ള സാധനം, നമ്മൾ സ്റ്റേജിലേക്കുള്ള ഒരു എൻട്രി അത് വളരെ എനർജി വേണം. നമ്മൾ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നണം ഇവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് തോന്നിയില്ലെങ്കിൽ, അങ്ങനെ തോന്നിപ്പിച്ചില്ലെങ്കിൽ, എന്നിട്ട് തോന്നി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് അത്ര നല്ല കോൺഫിഡൻസ് നിൻ്റെ മുഖത്ത് വേണം, നിൻ്റെ ആറ്റിറ്റ്യൂഡിൽ വേണം, എല്ലാത്തിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ആദ്യത്തെ പെർഫോമൻസ് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞിട്ട് വളരെ കോൺഫിഡൻസ് ആയിട്ട് ഈ മൈക്കൊക്കെ അടുപ്പിച്ച് പിടിച്ചിട്ട് നമ്മൾ ബോൾഡായിട്ടൊരു സാധനം പറയുമ്പോൾ തന്നെ കിട്ടുന്ന ക്ലാപ്സ്. പിന്നെ എന്ത് ചെയ്താലും സണ്ണിവേന എന്ത് വേണമെങ്കിലും, ഇനിയിപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ എന്ത് വേണമെങ്കിലും ചെയ്യാം, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും. പെർഫോം ചെയ്തത് ഭയങ്കര നല്ലതായിരുന്നു. സൂപ്പർ ഉഗ്രനാണ്. ചെയ്ത 2 ശബ്ദങ്ങൾ ഒരുപാടൊന്നും ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയില്ല. എനിക്കറിയാവുന്ന 2 ശബ്ദമുള്ളൂ. ആ 2 ശബ്ദം ഗംഭീരമായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെയാണ് അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഹാപ്പി? ഹാപ്പി. യെസ്.